നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം ഇന്ത്യയുടെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 21 പന്തുകൾ ബാക്കി നിൽക്കെ വിജയിച്ച് കയറാൻ ടീം ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ദുബായിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്ന് വ്യക്തമായ ഒരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ കളി കണ്ടത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന കളിയാണ്. ന്യൂസിലാൻഡും പാകിസ്ഥാനും തമ്മിൽ. ഇന്ന് ഇന്ത്യയുടെ മത്സരം, ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം, നമ്മുടെ ടീം കളിച്ചത് ദുബായിലാണ്. രണ്ടിടത്തും കണ്ടീഷൻസ് നല്ല വ്യത്യാസമുണ്ട്. ദുബായിൽ സ്ലഗിഷ് പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ 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 ബുദ്ധിമുട്ടായ കാര്യമാണ് എന്നുള്ളത് തെളിയിച്ചൊരു കളിയാണിത്. പേസ് ബോളർമാർക്ക് പ്രത്യേകിച്ചൊന്നും ആ പിച്ചിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഷാമി 5 വിക്കറ്റ് എടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മികവെടുത്ത് കാണിക്കുന്ന കാര്യമാണ്. അതേസമയം ചേസ് ചെയ്തപ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. അത് ശുഭൻ ഗില്ല് കളിക്ക് ശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒട്ടും എളുപ്പമായിരുന്നില്ല ഈ ചേസിങ് എന്നുള്ളത്. അദ്ദേഹവും രോഹിത് ശർമ്മയും കൂടി ബാറ്റ് ചെയ്യാൻ വന്ന ഘട്ടത്തിൽ പിച്ചിൻ്റെ സ്വഭാവം ഒട്ടും അനുകൂലമായിരുന്നില്ല. ഓഫ് സ്റ്റമ്പിന് പുറത്തുള്ള പന്തുകൾ കട്ട് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. ബാറ്റിലേക്ക് ബോളുകൾ വരുന്നുണ്ടായിരുന്നില്ല. അപ്പം സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വന്നു. കളി പുരോഗമിച്ചു കൊണ്ടിരിക്കവേ സ്പിന്നേഴ്സ് വന്ന ഘട്ടത്തിൽ മുന്നിലേക്ക് സിംഗിൾ എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. കോഹ്ലിയുമായിട്ട് ആ സമയത്ത് സംസാരിച്ചു. പുറകോട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളിലേക്ക് ആ സമയത്ത് പോയി. അതോടൊപ്പം തന്നെ റണ്ണ് വരാൻ ബുദ്ധിമുട്ടാവുന്ന ഘട്ടമുണ്ടാവുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മെസ്സേജ് വന്നു. ഒരാൾ അവസാനം വരെ നിൽക്കണം, ഒരു ബാറ്റർ അവസാനം വരെ നിൽക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം വന്നു. അതനുസരിച്ചാണ് പിന്നീട് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇതൊക്കെ അദ്ദേഹം കളിക്ക് ശേഷം വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു സിക്സർ താൻ അടിച്ചപ്പോൾ അത് നല്ല കണക്ഷൻ കിട്ടി, തനിക്കത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി. അങ്ങനെ കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി അവിടെ അപ്ലൈ ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് നേടിയെടുത്ത വിജയമാണിത് എന്ന് ശുഭൻ ഗില്ല് കൃത്യമായിട്ട് പറയുന്നു. പിച്ചിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ. അത് തന്നെയാണ് ഇന്നത്തെ കളിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ദുബായിലാണ് നമ്മുടെ ബാക്കി കളികൾ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുമ്പോൾ ഒട്ടും എളുപ്പമല്ല അവിടെ ബാറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത്. എന്തായാലും കാര്യത്തിലേക്ക് വരാം. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 228 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നല്ലോ. ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ അവരെ നമുക്ക് ഓൾ ഔട്ട് ആക്കാമായിരുന്നു. ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെട്ടത്, സ്റ്റംപിങ് ചാൻസ് മിസ് ചെയ്തത്, എല്ലാം കൂടിയാണ് അവരെ 228 എന്ന സ്കോറിലേക്ക് എത്തിച്ചത്. അത് പോരാ എന്നുള്ളത് ഒടുവിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പോലും 35-5 എന്നുള്ളിടത്ത് നിന്ന് അവർ നടത്തിയ ആ ഒരു ഫൈറ്റ്, അതിന് നമ്മൾ കൈയടിക്കണം. തൗഹീദ് ഹൃദോയും ജയ്ക്കർ അലിയും ചേർന്നുകൊണ്ട് ഒരു കിടിലൻ കൂട്ടുകെട്ട് 6ാം വിക്കറ്റിൽ ഉണ്ടാക്കിയിടത്ത് നിന്നാണ് അവർ ഈ 228 എത്തിയത്. കളിയുടെ തുടക്കം നോക്കുക. പ്രത്യേകിച്ച് പേസ് ബോളർമാർക്കൊന്നും അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ബംഗ്ലാദേശ് 35-5 അവരുടെ തെറ്റായ ഷോട്ട് സെലക്ഷൻ, ആവശ്യമില്ലാത്ത ആക്രമണോത്സുകത എല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് കൃത്യമായ ലൈനിലും ലെങ്ത്തിലും പന്തെറിഞ്ഞപ്പോൾ വിക്കറ്റ് വീണു എന്നതാണ് ഉണ്ടായത്. അത് ഒരു പക്ഷേ അവർ ന്യൂ ബോളിൻ്റെ ഘട്ടത്തിലാണ് ബാറ്റ് ചെയ്യാൻ നല്ലത്, കൂടുതൽ ഹിറ്റ് ചെയ്യാൻ നല്ലത് എന്ന് തോന്നി അത്തരം ശ്രമങ്ങളിലേക്ക് പോയതായിരിക്കണം. അതൊന്നിനു പുറകെ ഒന്നായിട്ട് വിക്കറ്റുകൾ നഷ്ടമാക്കി. സൗമ്യ സർക്കാർ ഡെക്കായിട്ട് പോകുന്നു, ഷാൻഡോയും ഡെക്കാവുന്നു, മെഹദി ഹസൻ മിറാസ് 5 റൺസുമായിട്ട് മടങ്ങുന്നു, മുഷ്ഫിഖുർ റഹീം ഗോൾഡൻ ഡെക്കാവുന്നു. ഇങ്ങനെ സംഭവിച്ചു പോകുന്നു. അപ്പോൾ അതിൽ തുടക്കത്തിൽ 1 റൺസാണ് സൗമ്യ സർക്കാർ പോകുമ്പോൾ അവരുടെ സ്കോർ കാർഡിലുള്ളത്. മുഹമ്മദ് ഷമിക്കാണ് ആ വിക്കറ്റ്, KL രാഹുൽ ക്യാച്ച് എടുക്കുന്നു. ഷാൻഡോ പോകുമ്പോൾ 2 റൺസാണ് അവരുടെ സ്കോർ ബോർഡിലുള്ളത്. ഹർഷിദ് റാണയുടെ പന്തിൽ വിരാട് കോഹ്ലിയാണ് ആ ഒരു ക്യാച്ച് എടുക്കുന്നത്. പിന്നെ അടുത്ത വിക്കറ്റ് വീഴുമ്പോൾ മിറാസ് പോകുമ്പോൾ സ്കോർ ബോർഡിലുള്ളത് 26 റൺസാണ്. മുഹമ്മദ് ഷമിയുടെ പന്തിൽ ശുഭൻ ഗില്ല് പിടിച്ചാണ് മിറാസ് മടങ്ങുന്നത്. ആ ഘട്ടത്തിൽ നമ്മൾ സ്പിന്നർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അക്സർ പട്ടേൽ തൻ്റെ 2ാമത്തെ പന്തിൽ വിക്കറ്റ് എടുക്കുന്നു. അതുവരെ നല്ല രൂപത്തിൽ കളിച്ചു വന്ന താരമാണ് അവിടെ പുറത്താകുന്നത്. തൻസീദ് ഹസൻ 25 പന്തിൽ 25 റൺസ്. കംഫർട്ടബിളായിട്ട് ആ ക്രീസിൽ നിന്നു എന്ന് തോന്നിച്ച ബാറ്ററാണ്. പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് അക്സർ പട്ടേൽ ഒരു വലിയ സ്ട്രൈക്കാണ് ഇന്ത്യക്ക് നൽകുന്നത്. തൊട്ടു പിന്നാലെ മുഷ്ഫിഖുർ റഹീം നമ്പർ 6
ബാറ്റ് ചെയ്യാൻ വന്നത് നോക്കുക. അത് ഒരു പക്ഷേ ഒരല്പം വൈകിപ്പോയില്ലേ, മുഹമ്മദുള്ള ഇഞ്ചുവേർഡ് ആയതുകൊണ്ട് കളിക്കാനില്ലാത്തതിനാലായിരിക്കണം അദ്ദേഹം നമ്പർ 6 പോയിട്ടുണ്ടാവുക. ഏതായാലും മുഷ്ഫിഖുർ റഹീം ഗോൾഡൻ ഡക്ക് ആവുകയാണ് അക്സർ പട്ടേലിൻ്റെ പന്തിൽ ചെയ്തത്. സോ 35-5 അവിടെ നിന്ന് പക്ഷേ അവർ പിടിച്ചു കയറി. അത് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതാണ് പ്രശ്നമായത്. തൊട്ടടുത്ത പന്ത് ഈവൻ സ്ലോവർ ആക്കിയിട്ടാണ് എറിഞ്ഞത് അക്സർ പട്ടേൽ. നോക്കുക, അക്സർ പട്ടേലിൻ്റെ പന്തിൽ മുഷ്ഫിഖുർ റഹീം, ആ ബോൾ വളരെ റെയറായിട്ട് ടേൺ ചെയ്തൊരു ബോളാണ്. അതിൽ മുഷ്ഫിഖുർ റഹീം വീഴുന്നു. അടുത്ത പന്തിൽ കൃത്യമായിട്ടൊരു ക്യാച്ചബിൾ ഹൈറ്റിലേക്കാണ് ആ ഒരു ബോൾ വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി രോഹിത് ശർമ്മക്ക് അത് ക്യാച്ച് എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് ജയ്ക്കർ അലി പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹൃദോയ്ക്കൊപ്പം. പക്ഷെ അപ്പോഴും വീണ്ടും അവസരങ്ങളുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ലഭിച്ചൊരു അവസരം KL രാഹുലിന് സ്റ്റംപ് ചെയ്യാനുള്ള അവസരമാണ്, അതും മിസ്സാക്കുന്നു. അതിനൊക്കെ വലിയ വില ടീം ഇന്ത്യ കൊടുക്കേണ്ടി വന്നു. മിഡിൽ ഓവറുകളിൽ ടീം ഇന്ത്യക്ക് വിക്കറ്റ് കിട്ടാത്ത ഒരു ഏകദിന മത്സരമാണ് 2023 വേൾഡ് കപ്പിന് ശേഷം ഈ മത്സരം. മിഡിൽ ഓവറുകളിൽ ഒരു വിക്കറ്റും ലഭ്യമാവാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം 35-5 എന്ന രൂപത്തിൽ നിന്ന് അവർ കരകയറി. പിന്നെ 40 ഓവറിന് ശേഷമാണ് അവരുടെ വിക്കറ്റ് വീഴുന്നത്. 189 റൺസ് എത്തി. 43-ാമത്തെ ഓവറിലാണ് ജയ്ക്കർ അലി പുറത്താകുന്നത്. ജയ്ക്കർ അലിയെ മുഹമ്മദ് ഷമിയാണ് പറഞ്ഞു വിടുന്നത്. മുഹമ്മദ് ഷമിയെ വീണ്ടും പന്ത് ഏൽപ്പിക്കുമ്പോൾ ഒരു വലിയ ചാലഞ്ച് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു, ഷോർട്ട് ലെഗ് സൈഡ് ബൗണ്ടറി. അപ്പം അദ്ദേഹം കൃത്യമായിട്ട് ഓഫ് സൈഡിന് പുറത്തേക്ക് പന്തെറിഞ്ഞു. അത് റണ്ണ് തടയുക എന്നുള്ളത് മാത്രമല്ല, അതിൽ അദ്ദേഹത്തിന് തുടരെ വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു. ജയ്ക്കർ അലി മുഹമ്മദ് ഷമിയുടെ പന്തിൽ വിരാട് കോഹ്ലി പിടിച്ച് പുറത്താകുന്നു. അദ്ദേഹം 68 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ജയ്ക്കർ അലിക്ക് പിന്നാലെ അടുത്തായിട്ട് പുറത്താവുന്നത് റിഷാദ് ഹുസൈനാണ്. റിഷാദ് ഹുസൈൻ്റെ ഒരു കമിയോ ഉണ്ടായിരുന്നു. 2 സിക്സറും ഒരു 4 അദ്ദേഹം അടിച്ചു 12 പന്തിൽ നിന്ന്. ഹർഷിത് റാണയുടെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പിടിച്ചാണ് അദ്ദേഹം പുറത്താവുന്നത്. പിന്നാലെ വന്ന തൻസീം ഹസൻ, ഷാക്കിബ് ഡക്കായിട്ട് പോകുന്നു മുഹമ്മദ് ഷമിയുടെ പന്തിൽ. തസ്കിൻ അഹമ്മദ് മുഹമ്മദ് ഷമിയുടെ പന്തിൽ തന്നെ പുറത്താകുന്നു. 6 പന്തിൽ നിന്നിട്ട് അദ്ദേഹം 3 റൺസ് എടുത്തു. അങ്ങനെ മുഹമ്മദ് ഷമി 5 പൂർത്തിയാക്കിയാണ്. 10 ഓവറിൽ 53 റൺസിന് 5 വിക്കറ്റ് നേടിക്കൊണ്ട് അദ്ദേഹം 200 വിക്കറ്റുകൾ ഏകദിനത്തിൽ തികച്ചു എന്ന് മാത്രമല്ല, ICC ഇവൻറ്റുകളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റ് എടുക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും അവസാന ഘട്ടത്തിൽ ബംഗ്ലാദേശിന് സ്കോർ ഒരല്പം കൂടിയൊക്കെ ഉയർത്താൻ ഒരു പക്ഷേ കഴിഞ്ഞേനെ. പക്ഷേ വലിയ ക്രാമ്പുണ്ടായി, ശരീരം മുഴുവനും വേദനിച്ചുകൊണ്ട് തൗഹീദ് ഹൃദോയി നിന്നപ്പോൾ പലപ്പോഴും സിംഗിളുകളൊക്കെ നടന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്ന കാഴ്ച കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഓടി രണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ക്വിക്ക് സിംഗിളുകളോ ഒക്കെ ഇല്ലാതെയായി പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ സ്കോർ 228 അവസാനിച്ചത്. അപ്പോൾ ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിച്ചാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം അമിത ആവേശം കാണിച്ചു അല്ലെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് പോയ തുടക്കത്തിൽ ബംഗ്ലാദേശ് വിക്കറ്റ് വലിച്ചെറിയുക കൂടി ചെയ്തുകൊണ്ടാണ് 228. അത് ഷാബിയുടെ ബൗളിംഗ് ആ വിക്കറ്റുകൾ പിഴുതെടുത്തതിന് നമ്മൾ കൈയടിക്കണം. ഹർഷിത് റാണയുടെ 3 വിക്കറ്റ് പ്രകടനം, അതൊക്കെ നമ്മൾ കൈയടിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ മനോഹരമായിട്ട് ഇന്ത്യൻ ബൗളർമാർ ആ ഘട്ടത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. വിക്കറ്റ് വീണില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്, അത് സമ്മതിക്കുന്നു. അത് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ക്യാച്ച് ആയാലും സ്റ്റംപിങ് ചാൻസ് ആണെങ്കിലും ഒക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇത് ICC ഇവൻ്റാണ്. വമ്പൻ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഈ രൂപത്തിലേക്ക് പോയാൽ വലിയ നഷ്ടമായിരിക്കും. ഇപ്പോൾ ഈ 35-5 എന്നുള്ളത് വീണ്ടും വീണ്ടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരൊരു 100 താഴെയൊക്കെ ഓൾ ഔട്ട് ആക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ നെറ്റ് റൺ റേറ്റിന് അതൊരു വലിയ ബൂസ്റ്റായി മാറിയേനെ. ഇപ്പോൾ ഇന്ത്യ കഷ്ടകാലത്തിന് ഗ്രൂപ്പ് സ്റ്റേജ് ഒരു കളിയൊക്കെ തോറ്റു എന്ന് വെച്ചോ, അങ്ങനെ തോറ്റു എന്ന് വെച്ചാൽ വന്നാൽ പിന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു പക്ഷേ നെറ്റ് റൺ റേറ്റ് ഒക്കെ ആശ്രയിക്കേണ്ട ഒരു ഗതി വന്നാൽ ഈ കളി 35-5 നിന്ന് 100-നുള്ളിൽ ഓൾ ഔട്ട് ആക്കിയിരുന്നെങ്കിൽ, പെട്ടെന്ന് ചേസ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുമായിരുന്ന ആ ഒരു ബൂസ്റ്റ് നോക്കണം. അതാണ് നമ്മളവിടെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നത്. എന്നാലും മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ 228 ഒരു വലിയ സ്കോർ അല്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. വല്ലാതെ ഭയക്കാനൊന്നുമില്ല 228 എന്ന് നമുക്ക് തോന്നിയിരുന്നു. തുടക്കത്തിൽ മികച്ച രൂപത്തിൽ തന്നെ നമ്മുടെ ബാറ്റർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും ചേർന്നുകൊണ്ട് ആക്രമിച്ച് തന്നെ കളിച്ചു. പക്ഷേ ഗില്ലി പറഞ്ഞ പോലെ ബോൾ ബാറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോകുന്ന പന്തുകളൊക്കെ കട്ട് ചെയ്യുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഏതായാലും ഹിറ്റ്മാൻ തൻ്റെ മനോഹരമായ ചില ഷോട്ടുകൾ പുറത്തെടുത്തു. 7 ബൗണ്ടറികളുടെ സഹായത്തോടെ 36 പന്തിൽ നിന്ന് അദ്ദേഹം 41 റൺസ് എടുത്തു. നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചു. അത് തന്നെയാണ് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് വിട്ടത്. 69 റൺസ് എത്തിയ ശേഷമാണ് 10-ാമത്തെ ഓവറിലാണ് നമ്മുടെ ആദ്യ വിക്കറ്റ് വീഴുന്നത്. പിന്നെ വിരാട് കോഹ്ലി എത്തുന്നു.
വിരാട് കോഹ്ലി ശുഭൻ ഗില്ലിനോടൊപ്പം ചേർന്ന് മോശമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റിഷാദ് ഹുസൈൻ്റെ പന്തിൽ സൗമ്യ സർക്കാർ പിടിച്ച് പുറത്താവുന്നത്. 38 പന്തിൽ നിന്ന് അദ്ദേഹം 22 റൺസാണ് അടിച്ചിരുന്നത്. അപ്പോഴേക്കും സ്പിൻ ബൗളിംഗ് എത്തിയിരുന്നു. റിഷാദ് ഹുസൈൻ മനോഹരമായിട്ട് തന്നെ പന്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലഗിഷ് പിച്ചിൽ ബാറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് ഒട്ടും എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ എടുത്തൊക്കെ പോകാനാണ് ആ ഘട്ടത്തിലൊക്കെ കഴിയുമായിട്ടുള്ളൂ. അത്തരം ഒരു സാഹചര്യം ഉണ്ടായി. ശ്രേയസ് അയ്യർ പെട്ടെന്ന് വീണ് പോയത്, അദ്ദേഹം നല്ല ഫോമിലാണ് ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിരുന്നത്, പക്ഷെ അദ്ദേഹം പെട്ടെന്ന് വീണ് പോയത് നമ്മൾ കാര്യങ്ങൾ ഒന്നുകൂടി കുഴപ്പിക്കുകയായിരുന്നു. ശ്രേയസ് അയ്യർ 17 പന്തിൽ നിന്ന് 15 റൺസാണ് എടുത്തത്. പിന്നാലെ നമ്പർ 5 വന്ന ഇപ്പോൾ കുറച്ച് കളികളിലൊക്കെ നമ്പർ 5 അക്ഷർ പട്ടേൽ വരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് കളിക്കാൻ കഴിയും. മനോഹരമായൊരു ബൗണ്ടറിയൊക്കെ അദ്ദേഹം നേടി. പക്ഷേ 12 പന്തിൽ നിന്ന് 8 റൺസ് എടുത്ത് നിൽക്കവേ റിഷാദ് ഹുസൈൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. നമ്മൾ ഒന്ന് ബുദ്ധിമുട്ടാവുന്നു എന്ന് തോന്നിച്ച ഘട്ടമാണത്. കാരണം ബംഗ്ലാദേശ് അങ്ങനെ വിക്കറ്റുകൾ തുടരെ എടുത്തു കഴിഞ്ഞാൽ പണിപാളും. ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ബാറ്റിലേക്ക് ബോൾ വരുന്നുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ബാറ്റർ KL രാഹുൽ തന്നെ. അദ്ദേഹം തന്നെ ക്രീസിലേക്ക് എത്തി. അദ്ദേഹം അടി ഉറച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം തുടക്കത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ബുദ്ധിമുട്ടിയ ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് 37ാമത്തെ ഓവറിൽ ടസ്കിൻ്റെ പന്തിൽ ജയ്ക്കർ അലി അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 165 റൺസാണുള്ളത്. ആ വിക്കറ്റ് അവിടെ വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ എന്നൊരു ചോദ്യമുണ്ട്. അവർക്കും ആ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി അവർ നഷ്ടപ്പെടുത്തി. ക്യാച്ചസ് വിൻ ദി മാച്ചസ് എന്നാണല്ലോ. ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണിവാളും എന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോൾ രാഹുൽ വീണാൽ ഇന്ത്യ വീണു എന്നൊന്നും അർത്ഥമില്ല. കാരണം പിന്നാലെ വരാൻ ഹാർദിക്കും ജഡേജയും ഒക്കെ വീണ്ടും ബാറ്റർമാരുണ്ട്. എന്നാൽ പോലും ഒന്നുകൂടി ഒരു ട്രിക്കി സിറ്റുവേഷനാണ് ആ ഒരു സമയം. അത്ര എളുപ്പമുള്ളൊരു ഘട്ടമല്ല. വീണ്ടും വിക്കറ്റ് വീണിരുന്നെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി കുഴഞ്ഞു പോയേനെ. ഏതായാലും KL രാഹുൽ അതിനുശേഷം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പിന്നീട് നിന്നത്. 47 പന്തിൽ നിന്ന് അദ്ദേഹം ഒരു 4ഉം 2 6ഉം അടക്കം 41 റൺസ് അടിച്ചു. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ വന്ന സന്ദേശം മനോഹരമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് കളിച്ചു ശുഭൻ ഗിൽ. അതാണ് ഒരു ഭാഗത്തൊരു ബാറ്റർ അവസാനം വരെ നിൽക്കണം, അതാണ് സാഹചര്യം എന്ന് സന്ദേശം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കിട്ടുന്നു. അദ്ദേഹം അത് ശിരസാ വഹിച്ചുകൊണ്ട് ക്രീസിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോയി. ആദ്യത്തെ 6 അദ്ദേഹം അടിക്കുമ്പോൾ അത് വലിയ കോൺഫിഡൻസ് നൽകിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ 6 കൂടി അദ്ദേഹം സെഞ്ചുറിയിൽ അടുത്തേക്ക് എത്തുന്നു. അർഹിച്ച സെഞ്ചുറിയാണ്. അതനുസരിച്ച് രാഹുൽ നിന്നു കൊടുത്തു. ഒടുവിൽ ശുഭൻ ഗില്ലിന്റെ സെഞ്ചുറിയും പിറന്നു. ശുഭകരമായിട്ട് കാര്യങ്ങൾ അവസാനിച്ചു. ടീം ഇന്ത്യ വിജയിച്ച് കയറി. അപ്പോൾ ഈ ഒരു പിച്ച് നൽകുന്ന സൂചന, ഈ ഒരു കളി നൽകുന്ന സൂചന, ദുബായിൽ കാര്യങ്ങൾ എളുപ്പമല്ല. ദുബായിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുപോലെ പേസ് ബൗളർമാർക്ക് വലിയ ഒരു സപ്പോർട്ടൊന്നും ആ പിച്ചിൽ നിന്ന് ലഭിക്കാനുമില്ല. സോ പിച്ചിൻ്റെ സ്വഭാവം ഒരു സ്ലോ പിച്ചാണ്. കൃത്യമായിട്ട് ബാറ്റിലേക്ക് ബോൾ വരുന്നില്ല. അതനുസരിച്ച് അതിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് പന്തെറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതനുസരിച്ച് ആ പിച്ചിൽ സ്വയം അപ്ലൈ ചെയ്ത് നിന്ന് സ്കോർ ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. വിക്കറ്റുകൾ വലിച്ചെറിയാതിരിക്കുക, കൃത്യമായ ടാർഗറ്റ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇന്ന് അതാണ് നമ്മുടെ ശുഭൻ ഗില്ല് ചെയ്തത്. അത് തന്നെയാണ് കളിക്ക് ശേഷം അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതും. സോ പാകിസ്ഥാനെതിരെ അടുത്ത കളിക്ക് കളിക്കാനിറങ്ങുമ്പോൾ ഇതിൽ നിന്ന് കുറേ പാഠം ഉൾക്കൊള്ളാനുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ കളിക്കണം. ടീം ഇന്ത്യ ഓൾറെഡി ഇവിടെ ഒരു കളി കളിച്ച് ഈ സാഹചര്യങ്ങളോടൊക്കെ ഒന്ന് ഇണങ്ങി നിൽക്കുകയാണ്. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അത് മുതലെടുക്കണം. സോ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്ത് കളിക്കുക. ബാക്കിയൊക്കെ നമ്മുടെ വഴിയെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്കൊരു പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകും. വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.